വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സന്തോഷത്തോടെ ദൈവനാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വിഷയം പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 22-ാം വചനമാണ്. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരം എന്നതുപോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് UK നിന്ന് എനിക്ക് ഒരു ഫോൺ കോൾ ലഭിക്കുകയുണ്ടായി. ഏറെ നാള് നാട്ടിൽ ജീവിച്ച, എന്നാൽ ഏതെങ്കിലും വെളിയിലുള്ള രാജ്യത്തെത്തിപ്പെട്ട് നാം എല്ലാം പറയുന്നത് പോലെ ഒന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചിരുന്ന, വളരെ പ്രാർത്ഥന നിറഞ്ഞ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു യുവാവായിരുന്നു എന്നെ വിളിച്ചത്. 3 വർഷത്തോളം നാട്ടിൽ അത്യധ്വാനം ചെയ്ത് ഒരു എഡ്യൂക്കേഷൻ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ യുവാവിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇന്ത്യക്ക് വെളിയിൽ എവിടെയെങ്കിലും പോയി കുറച്ചുനാൾ ജോലി ചെയ്ത് കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ച് ഒന്ന് രക്ഷപ്പെടണം എന്ന്. മാത്രമല്ല, ആവറേജ് മാതാപിതാക്കൾ ചെയ്യുന്നത് പോലെ ഈ യുവാവിൻ്റെ മാതാപിതാക്കളും ഇവനെ ഏറെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഇന്ത്യക്ക് വെളിയിൽ പോയി ജോലി ചെയ്ത് പണം സമ്പാദിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഫോൺ ചെയ്ത യുവാവ് അവിടെ എത്തി 2 പ്രാവശ്യമൊക്കെ ഒന്ന് ഫോൺ ചെയ്തിരുന്നു. പിന്നെ വലിയ വിവരമൊന്നും ഇല്ലായിരുന്നു. തിരക്കുള്ള ജീവിതമല്ലേ, പരസ്പരം ഫോൺ ചെയ്യുമ്പോഴാണല്ലോ കാര്യങ്ങളൊക്കെ അറിയുക. ഏകദേശം കൊറോണയൊക്കെ എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു കഴിഞ്ഞ അവസരത്തിൽ യുവാവ് എന്നെ ഫോൺ ചെയ്ത് പറയുകയുണ്ടായി, മാഡം, ഒരു തരത്തിൽ ഒന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു. ഈ കോവിഡ് മഹാമാരി എൻ്റെ ജോലി നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ എടുത്ത അപ്പാർട്ട്മെൻറ്റിൻ്റെ റെൻറ്റ് പോലും കൊടുക്കാൻ പറ്റാതെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറെ നേരം ഫോണിൽ സംസാരിച്ചു. ഏറെ വിഷമിച്ച് നിരാശയോടും ദുഃഖത്തോടും കൂടി സംസാരിച്ച യുവാവ് UK ചെന്നതിന് ശേഷമുള്ള ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയുണ്ടായി. ഞാൻ ചോദിച്ചു, അവിടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എങ്ങനെ പോയിരുന്നു? ഇദ്ദേഹം പറയുകയാണ്, ഡ്യൂട്ടി കൂടുതലാണ്, ഓവർ ടൈം ചെയ്യാറുണ്ടായിരുന്നു. അതിൻ്റെ ഷെഡ്യൂൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന അനുസരിച്ച് പ്രാർത്ഥനയുടെ ഷെഡ്യൂളും മാറിക്കൊണ്ടിരുന്നു. പ്രാർത്ഥന അല്പം കുറയ്ക്കേണ്ടി വന്നു. കുറച്ചൊരു ക്യാപ്സ്യൂൾ രൂപത്തിൽ പ്രാർത്ഥനയായി. ഞാൻ നടക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് യുവാവ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അത് പോരല്ലോ, പ്രാർത്ഥനയ്ക്കായി ഒരു സമയം കണ്ടുപിടിക്കണ്ടേ? യുവാവ് വീണ്ടും സംസാരിച്ചു, ജോലി ഒത്തിരി ചലഞ്ചിങ് ആണ്, ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജോലിയാണ്, ഏറെ മാനസികമായും ശാരീരികമായും അധ്വാനം ആവശ്യമുണ്ട്. എൻ്റെ കഴിവിന് അപ്പുറത്താണ് എൻ്റെ ജോലി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളി. ജോലി ചെയ്യുന്നതോടൊപ്പം പഠിക്കുന്നുമുണ്ട്. എല്ലാവരുടെയും ഒപ്പം എത്താനായി അല്പം പിന്നോട്ട് നിൽക്കുന്ന എനിക്ക് കൂടുതൽ അധ്വാനിക്കേണ്ടതായി വരുന്നുമുണ്ട്. ഞാൻ വീണ്ടും ചോദിച്ചു,
കുർബാനകളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കാറുണ്ടോ? യുവാവ് പറഞ്ഞു, ചെന്ന സമയത്തൊക്കെ കൃത്യമായി പോകുമായിരുന്നു. പിന്നെ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന തിരക്കിൽ ചില ഞായറാഴ്ചകളിലൊക്കെ കുർബാനയും ഒഴിവാക്കേണ്ടതായി വന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊന്നും ചോദിക്കുന്നതിന് മുമ്പ് യുവാവ് ഇങ്ങോട്ട് പറയുകയാണ്, എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാഡം. ആ ഒരു കുറ്റബോധം എന്നെ അലട്ടുന്നുമുണ്ട്. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ യുവാവ് പറയുകയാണ്, നാട്ടിൽ എനിക്ക് വരുമാനം തീരെ കുറവായിരുന്നു എന്ന് മാഡത്തിന് അറിയാമല്ലോ. പക്ഷെ അതിൽ നിന്ന് ഞാൻ ദാനം ചെയ്യാറുണ്ടായിരുന്നു, ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കാറുമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിന്നുള്ള ഡിമാൻഡുകൾ ഏറെ കൂടി വന്നിരുന്നു. അനുജനും അനുജത്തെയും പഠിച്ചുകൊണ്ടിരുന്നു. വീട് പണി മുഴുമിപ്പിക്കേണ്ടതായി വന്നു. ബന്ധുക്കൾക്കും ആവശ്യമുള്ളപ്പോഴെല്ലാം സഹായം കൊടുത്തിരുന്നു. ഈ ഒരു തിരക്കിനിടയിൽ ദാനധർമ്മം എന്നത് ഞാൻ ചെയ്തിരുന്നില്ല. യുവാവ് വീണ്ടും ചോദിച്ചു, അതുകൊണ്ടാണോ മാഡം ഞാൻ ഇപ്പോൾ സാമ്പത്തികമായി സീറോയിൽ എത്തി നിൽക്കുകയാണ്? ഏറെ ലോൺ എടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ എത്താനുള്ള ലോൺ പോലും അടച്ചു കഴിഞ്ഞിട്ടില്ല. സാമ്പത്തികമായി സീറോയിൽ എത്തി നിൽക്കുന്ന എനിക്ക് ഇനി എങ്ങനെയാണ് ഇതിൽ നിന്നൊന്ന് വെളിയിൽ കടക്കുക എന്ന് അറിഞ്ഞുകൂടാ. പ്രാർത്ഥന ആവശ്യപ്പെട്ടാണ് യുവാവ് സംസാരിച്ചത്. പ്രിയപ്പെട്ടവരെ, സമ്പത്ത് ഏറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യണം എന്നാണല്ലോ ബൈബിൾ നമ്മെ അനുശാസിക്കുന്നത്. ഏറെ പേര് ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ തന്നെ പറയാറുള്ള കാര്യമാണ്, സമ്പത്ത് കുറവായിരുന്നപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാറുണ്ടായിരുന്നു, എന്നാൽ കൂടി വരുംതോറും ആവശ്യങ്ങളുടെ അളവും ക്വാളിറ്റിയും ഒക്കെ കൂടി വരികയാണ്. ഒന്നും കുറയ്ക്കാൻ സാധിക്കില്ലല്ലോ, എല്ലാം സ്റ്റാൻഡേർഡിനൊത്ത് പോകണമല്ലോ. പ്രിയപ്പെട്ടവരെ, സാമ്പത്തിക ശേഷി കുറഞ്ഞിരിക്കുമ്പോൾ സമ്പത്തിൻ്റെ വില എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതനുസരിച്ച് ചുരുങ്ങി ജീവിക്കാൻ നമുക്കറിയുകയും ചെയ്യാം. എന്നാൽ വരുമാനം കൂടുമ്പോൾ ചിലവും അതനുസരിച്ച് കൂടുന്ന സമയത്ത് മറ്റുള്ളവരെ സഹായിക്കുക എന്ന ആ പുണ്യം മാറ്റിവെക്കരുത് എന്നാണ് ഈ യുവാവിൻ്റേതടക്കം ഏറെ അനുഭവങ്ങളിൽ നിന്ന് നാം പഠിക്കുന്നത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. നേഴ്സിംഗ് ഒക്കെ പഠിച്ച് വളരെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്ന് വളരെ ഉയർന്ന മാർക്കോടെ പാസ്സായി ഏറെ പ്രാർത്ഥിച്ചും അധ്വാനിച്ചും നല്ല പുണ്യപ്രവൃത്തികൾ ചെയ്തും ഒക്കെ ജീവിച്ചിരുന്ന അനേകം വിദ്യാർത്ഥിനികളും വിദ്യാർത്ഥികളും, അതിൽ മെഡിക്കൽ രംഗത്ത് പഠിച്ചിരുന്നവർ പോലുമുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ ജോലി കിട്ടിക്കഴിയുമ്പോൾ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക എന്ന കടമ മറന്നു പോകുന്നുണ്ട്. തീർച്ചയായും എൻ്റെ ജീവിതത്തിലും സാമ്പത്തികമായി ഏറെ പരാധീനതകളിൽ കൂടെ കടന്നുപോയ സമയം, എന്ന് ഞാൻ ഉള്ള സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യാൻ തുടങ്ങിയോ അതിനുശേഷം ദൈവം ഏറെ സമ്പത്ത് തന്ന് എന്നെ അനുഗ്രഹിക്കുന്നത് എനിക്ക് തന്നെ അടുത്തറിയാൻ സാധിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു 4 ഫോൺ കോള് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഈ കോവിഡ് മഹാമാരി കാലത്ത് ലഭിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട വചനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നമ്മുടെ പ്രവർത്തന രീതിയെ ഒരു കണ്ണാടി പോലെ നോക്കി തിരുത്തേണ്ടത് ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യാൻ സഹായിക്കുന്ന ഏതാനും വചനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. തോബിത്തിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 7-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു. ഒരപ്പൻ മകന് കൊടുക്കുന്ന ഉപദേശമാണ് നാമും തലമുറകളിലേക്ക് ഈ വചനങ്ങൾ കൈമാറുക തന്നെ വേണം. നിന്റെ പ്രവൃത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം വരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്നും ദാനം ചെയ്യുക.
ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവനിൽ നിന്നും മുഖം തിരിക്കരുത്. അർഹത നോക്കി വേണം ദയ കാണിക്കാൻ എന്നും ബൈബിൾ വചനം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ദൈവാനുഗ്രഹത്താൽ മെജുഗോറിയ, ലൂർദ്, ഫാത്തിമ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഒരു തീർത്ഥയാത്രയ്ക്ക് പോവുകയുണ്ടായി. അപ്പോൾ പരിചയപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു ചേച്ചിയും ചേട്ടനും മക്കളും കൊച്ചുമക്കളും ഒക്കെയായി കഴിയുന്നവരാണ്. അവരുമായി അടുത്ത് ഇടപഴകിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമുണ്ട്. മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരും വളരെ നല്ല പ്രാർത്ഥനാ ജീവിതം നയിക്കുകയും വളരെ ഉയർന്ന നിലയിൽ കഴിയുകയും ചെയ്യുകയാണ്. ഇവർ സംസാരിച്ചപ്പോൾ, കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ യാഥാർത്ഥ്യമാണ്. വളരെയേറെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും ജോലിക്കും നാട്ടിലുള്ള ഒരുപാട് പേർക്ക് കൈ അയച്ച് സഹായം ചെയ്യുന്ന ഒരു കുടുംബമാണത്. ഏറെ ഭക്തിയോടെ തീർത്ഥാടനമെല്ലാം നടത്തി എല്ലാവരോടും നന്നായി സംസാരിക്കുകയും വളരെ എളിമയോടെ പെരുമാറുകയും ചെയ്യുന്ന ഇവർ വലിയ ഒരു പങ്ക് സമ്പാദ്യം ദാനമായി കൊടുക്കുന്നുണ്ട്. അതിന് തക്ക സമാധാനവും സന്തോഷവും മക്കളുടെ കുടുംബത്തിലും കൊച്ചുമക്കളുടെ അടുക്കലും ഇവരിലും ദർശിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും തോബിത്തിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം തന്നെ 8-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക, കുറച്ചേ ഉള്ളുവെങ്കിൽ അതിനനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത്. കുറച്ചുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കുക, കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കുക. കാരണം ഈ സമ്പത്തുമായി നമുക്ക് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ സാധിക്കില്ലല്ലോ. എത്രയോ കുടുംബങ്ങളിൽ കൗൺസിലിംഗ് നടത്തുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണ് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത്. വലിയ വലിയ കണക്കുകൾ പറയുമ്പോൾ എനിക്ക് സാധാരണ ഇത് മനസ്സിലാക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. വലിയ കോടികളുടെ കണക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പറഞ്ഞ് സഹോദരർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും കുടുംബ പ്രശ്നങ്ങൾക്ക് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കാരണമാകുന്നതും. എന്നാൽ ദൈവം ദാനമായി തന്ന സമ്പത്ത് ദൈവഹിതപ്രകാരം വിനിയോഗിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കാറുണ്ടോ, പ്രവർത്തിക്കാറുണ്ടോ? തീർച്ചയായും നമ്മുടെ വിനിയോഗത്തിനും നമുക്ക് ജീവിക്കാനും എല്ലാം ദൈവം ദാനമായി തരുന്നു. പക്ഷേ കൂടുതലായി കിട്ടുന്ന സമ്പത്ത് മറ്റുള്ളവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പല ദമ്പതികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഭാര്യയും പറയാറുണ്ട്, ഭർത്താവും പറയാറുണ്ട്, ഞാൻ സമ്പാദിച്ച എൻ്റെ സമ്പത്ത് എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ചെലവഴിക്കും. പ്രിയപ്പെട്ടവരെ, ബൈബിൾ എന്ത് പറയുന്നു, ദൈവം എന്ത് പറയുന്നു? ദൈവം ദാനമായി തന്നതല്ലാതെ എന്താണ് നമുക്കുള്ളത്? അതെങ്ങനെ ചെലവഴിക്കണം എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കേണ്ടതില്ലേ? സ്വയം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വചനം, തോബിത്തിന്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം: ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയാകുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. പ്രാർത്ഥനയോട് കൂടി ദാനധർമ്മം ഒരു പാക്കേജായി കൊണ്ടുപോകേണ്ടതാണ്. ഈ തരുണത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നവജീവനിലെ തോമസ് ചേട്ടനുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. നമ്മളോട് കള്ളം പറഞ്ഞ് പൈസ വാങ്ങിച്ച് ആവശ്യമില്ലാതെ വിനിയോഗിക്കുന്നവർക്ക് നാം അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ തോമസ് ചേട്ട എന്നായിരുന്നു എന്നിൽ നിന്ന് വന്ന ഒരു ചോദ്യം. കാരണം തോമസ് ചേട്ടൻ വൃക്ക രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക് അങ്ങനെയൊക്കെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ധാരാളം പാക്കറ്റ്സ് ആയിട്ട് കൊടുക്കാറുണ്ട് കുടുംബങ്ങൾക്ക്. പലപ്പോഴും ഞാൻ കാണാറുണ്ട്, ഭക്ഷണം ദാനം ചെയ്യുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും ഒക്കെ ഇതുപോലെ ആവശ്യക്കാർക്ക് കൊടുക്കുമ്പോഴും അത് മിസ്യൂസ് ചെയ്യുക എന്ന് പറയും. വേണ്ടാത്ത രീതിയിൽ ദുർവിനിയോഗം ചെയ്ത് ആ സഹായം കൈപ്പറ്റുന്ന വ്യക്തികളെ ചിലപ്പോഴെങ്കിലും കണ്ടെത്താനിടയായിട്ടുണ്ട്. തോമസ് ചേട്ടൻ്റെ വായിൽ നിന്ന് വന്ന ഒരു ഉത്തരമുണ്ട്: നാം കൊടുക്കുന്നത് ദൈവത്തിനല്ലേ, നാം അത്രയും ചിന്തിച്ചോണ്ടാ മതി, കൂടുതൽ കാര്യങ്ങൾ നമ്മൾ
ചിന്തിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. കോടികളുടെ ധനം ദുർവിനിയോഗം നടക്കുന്നില്ലേ? ഇവര് ഒരു കള്ളം പറഞ്ഞ് എത്ര രൂപയായിരിക്കും മേടിച്ചുകൊണ്ട് പോവുക? തീർച്ചയായിട്ടും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, നാം കൊടുക്കുന്നത് ദൈവത്തിനാണ് കൊടുക്കുന്നത്, നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതും ദൈവത്തിൽ നിന്ന് തന്നെ. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനങ്ങൾ 37:21. ദുഷ്ടർ വായ്പ വാങ്ങും, തിരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല, എന്നാൽ നീതിമാൻ ഉദാരമായി ദാനം ചെയ്യുന്നു. ദൈവം തന്ന സമ്പത്ത് ദൈവത്തിനു വേണ്ടി വിനിയോഗിക്കുമ്പോൾ മനസ്സ് വിഷമിക്കാതെ ചെയ്യേണ്ടിയിരിക്കുന്നു. കൊടുക്കുന്നതനുസരിച്ച് നമ്മൾക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാതാനും. സങ്കീർത്തനം 112:9 വചനം ഇങ്ങനെ പറയുന്നു, അവൻ ദരിദ്രർക്ക് ഉദാരമായി ദാനം ചെയ്യുന്നു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു, അവൻ അഭിമാനത്തോടെ ശിരസ്സുയർത്തി നിൽക്കും. ഞാൻ നേരത്തെ ഒരു പ്രസംഗത്തിൽ ഇതുപോലെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. 2 കുട്ടികൾ 10ഉം 8ഉം വയസ്സ് പ്രായമുള്ള കുട്ടികളെ കൗൺസിലിങ്ങിനായി കൊണ്ടുവന്നപ്പോൾ അമ്മയും അപ്പനും പറഞ്ഞത്, ഇതിൽ അനുജന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചപ്പോൾ ചേട്ടനും അനുജനും കൂടെ വഴക്കുണ്ടാക്കി ആ കത്തി വെച്ച് പരസ്പരം കൈ മുറിക്കുകയുണ്ടായി. ആർഭാടത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ദാനധർമ്മത്തെ പറ്റി എന്തേ മറക്കുന്നു? നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിശേഷ ദിവസങ്ങളും പണം ധൂർത്തടിച്ച് ആഘോഷിക്കുന്നതിന് പകരം അത് ദാനധർമ്മം ആരും അറിയാതെ ചെയ്താൽ തീർച്ചയായും ദൈവത്തിൽ നിന്ന് അതിന് പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം ലഭിക്കും. ഇന്ന് പള്ളിയിൽ കുർബാനയ്ക്ക് ശേഷം ഒരു ചേച്ചിയുമായി സംസാരിക്കുകയുണ്ടായി. ആ ചേച്ചി പങ്കുവച്ച ഒരു കാര്യമാണ്, പള്ളിയിൽ ആ ചേച്ചിയുടെ ഒരു ചെറിയ ആഗ്രഹമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, എനിക്കൊരു 10 രൂപ ഇവിടുന്ന് ന്യൂ ഇയറിന് കിട്ടിയിരുന്നെങ്കിൽ, ജനുവരി 1-ാം തീയതി കിട്ടിയിരുന്നെങ്കിൽ. ആത്മാർത്ഥമായിട്ട് അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ തൊട്ടടുത്ത ബെഞ്ചിൽ 30 രൂപ 3 10 രൂപ നോട്ടുകൾ ഇരിക്കുന്നു. അത് 3ഉം പള്ളിയിൽ തന്നെ നേർച്ചയിട്ടിട്ട് സന്തോഷത്തോടെ ആ ചേച്ചി മടങ്ങുകയുണ്ടായി. ദൈവം തീർച്ചയായും നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളും നമ്മുടെ കഷ്ടപ്പാടും പ്രാരാബ്ധങ്ങളും എല്ലാം കാണും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒന്നുകൂടെ ദൈവം ശ്രദ്ധിക്കും നമുക്ക് കിട്ടിയ സമ്പത്ത് നാം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുകൂടി. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 14-ാം തിരുവചനം. രഹസ്യമായി ചെയ്യുന്ന ദാനം കോപത്തെ ഒഴിവാക്കുന്നു. തീർച്ചയായും ദാനധർമ്മം ഒരുപാട് പാപങ്ങൾക്ക് കൂടി പരിഹാരമായി മാറും എന്ന് വചനം പറയാറുണ്ടല്ലോ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 30-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. പാപം ചെയ്തിട്ട് പണം കൊടുക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. എന്തെങ്കിലും കാരണവശാൽ കഴിഞ്ഞ കാല ജീവിതത്തിൽ പാപകരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കിട്ടുന്നത് ദാനധർമ്മം ചെയ്താൽ, നല്ല മനസ്സോടെ ദൈവഹിതം പോലെ ചെയ്താൽ പാപത്തിന് അത് പരിഹാരമാണ് എന്ന് വചനം പറയുന്നു. മറ്റൊരു വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 27-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല. നമ്മുടെ പണസഞ്ചി ഒരിക്കലും കാലിയാവുകയില്ല. ദാനം കൊടുക്കും തോറും ദൈവം അത് പരിഗണിക്കും. നമ്മൾക്ക് തീർച്ചയായും അമർത്തി കുലുക്കി നിറച്ചളന്ന് മടിയിൽ ഇട്ടു തരിക തന്നെ ചെയ്യും. പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു,
കോപാകുലമായ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയും അരുത്. അർഹത നോക്കി വേണം ദയ കാണിക്കാൻ. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്കാണ് നാം ദാനധർമ്മം ചെയ്യേണ്ടത്. വളരെ വിഷമിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നാം ഒരാൾക്ക് ഒരു സാധനം കൊടുക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, പക്ഷേ ഒരു കാര്യം ഒന്ന് ചോദിച്ചു വാങ്ങിക്ക്, ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അഭിമാനം പണയം വെച്ചാണ് ഒരു വ്യക്തി നമ്മളോടൊരു കാര്യം ചോദിക്കുന്നത് എങ്കിൽ തീർച്ചയായും അവരെ താമസിപ്പിക്കരുത്, അറിഞ്ഞ് കൊടുക്കേണ്ടത് തന്നെയാണ്. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 41 അധ്യായം 22 തിരുവചനം, ദാനം ചെയ്തിട്ട് കൊട്ടി ഘോഷിക്കാതിരിക്കുക. ഇതും നാം അക്ഷരാർത്ഥം പാലിക്കേണ്ട കാര്യമാണ്. നാം ഒരാളെ സഹായിച്ചിട്ട് അത് പറഞ്ഞുകൊണ്ട് നടന്നാൽ ആ സഹായത്തിൻ്റെ ഫലം ഇല്ലാതെ തന്നെ പോകും. ഒരു കൈ ചെയ്യുന്നത് മറു കൈ അറിയരുത് എന്ന് പറഞ്ഞതുപോലെ ദാനം ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഏറെ ദൈവാനുഗ്രഹം നിറഞ്ഞതായിരിക്കും ജീവിതം. 4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഏറെ ബഹുമാനിച്ചിരുന്ന ഒരു അധ്യാപകന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനിടയായി. ഏറെ ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും കൂടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മർത്തോമ വിഭാഗത്തിൽപ്പെട്ട ഒരു അധ്യാപകനാണ്. അവിടെ പലരും മൈക്കിൽ കൂടെ ഇദ്ദേഹത്തെ പറ്റി നല്ലത് സംസാരിച്ച് ഞാൻ കേൾക്കുകയുണ്ടായി. എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പണ്ടുണ്ടായിരുന്ന പല വിദ്യാർത്ഥികളും ഇപ്പോൾ വളരെ ഉയർന്ന പൊസിഷനിലാണ് ജീവിക്കുന്നത്. മറ്റാരും ആ അധ്യാപകന്റെ കുടുംബാംഗങ്ങൾക്ക് പോലും അറിഞ്ഞുകൂടാത്ത ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ അർഹതപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ അധ്യാപകൻ ചെയ്തത് അന്ന് മരണപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ പലരും ഏറ്റുപറയുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അറിഞ്ഞുകൂടാത്ത അധ്യാപകന്റെ ഒരു വശമായിരുന്നു അത്. തീർച്ചയായും വചനം ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം 41 വചനം, നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. എത്ര സാമ്പത്തിക ശേഷി കൂടുതലുണ്ടോ അത്രയും സമാധാനക്കേടാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം പ്രായമുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും കൗൺസിലിങ്ങിനായി വിളിക്കുമ്പോഴെല്ലാം പറയുന്നത് സമ്പത്ത് ശേഖരിച്ചു വെച്ചിട്ട് അതുകൊണ്ടുണ്ടാകുന്ന തിക്ത ഫലങ്ങൾ മാത്രമാണ്. ആവശ്യത്തിന് നമ്മൾക്ക് പണം വേണം, ജീവിക്കണം. പക്ഷെ കൂടുതൽ സമ്പാദിക്കും തോറും മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് നമുക്ക് ജീവിത അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 12 അധ്യായം 33 വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ, പഴകി പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ, ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ, അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. സമ്പത്തിൽ മനസ്സുറപ്പിക്കുന്ന വ്യക്തികൾക്ക് സമാധാനം നഷ്ടപ്പെടും, ഉറക്കം നഷ്ടപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല താനും. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, 2 കോറിന്തോസ് 8 അധ്യായം 3 തിരുവചനം, അവർ തങ്ങളുടെ കഴിവനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്താൻ എനിക്ക് സാധിക്കും. അതിനാൽ വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 12 അധ്യായം 44 തിരുവചനം, വിധവയുടെ ചെമ്പുകാശിനെ പറ്റി യേശു പറയുന്നു, എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു, ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വക കൂടി മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു. നമ്മുടെ ദാനധർമ്മം ഏത് ലെവലിൽ പോകുന്നു? ദൈവവചനങ്ങളുമായിട്ട് അനുസരിച്ചാണോ പോകുന്നത്? ഈ കാര്യങ്ങളെപ്പറ്റി ഒന്ന് അപഗ്രഥിച്ച് ചിന്തിക്കാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കഴിവനുസരിച്ച് ദാനം ചെയ്ത് കർത്താവ് നിറച്ച് കുലുക്കി മടിയിൽ ഇട്ട് തരുന്നത് അനുഭവിക്കാനുള്ള അനുഗ്രഹം നമുക്കേവർക്കും ലഭിക്കട്ടെ.
സാമ്പത്തികമായിട്ട് ഏറെ വിഷമിക്കുന്നവർ ഒന്ന് ചിന്തിച്ച് നോക്കുക. കിട്ടുന്ന സമ്പത്തിൻ്റെ ഒരു പങ്ക് ദാനം ചെയ്ത് തീർച്ചയായും തുടങ്ങിയാൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. തീർച്ചയായും നിങ്ങളും നിങ്ങളുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഈ സമയം നമുക്ക് ഓർക്കാം. ജോലി നഷ്ടപ്പെട്ടവരുണ്ടാവും. വളരെയേറെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുണ്ടാവും. അഭിമാനം കൊണ്ട് മറ്റുള്ളവരോട് സഹായം ചോദിക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ടാവും. പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവേ, ഞങ്ങളുടെ ശക്തനായ യേശുവേ, ഈ സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് വചനങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നല്ലോ. ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ദാനം ചെയ്യാനും പരാതി ഒഴിവാക്കാനും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ നമുക്ക് തൃപ്തിപ്പെടാം. കർത്താവെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണല്ലോ. അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഈ ലോകത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന കാര്യങ്ങളെപ്പറ്റി അധികമൊന്നും ഉത്കണ്ഠാകുലരാകാതിരിക്കാൻ വേണ്ട കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സ്വർഗത്തിൽ സമ്പാദ്യം ശേഖരിച്ചു വയ്ക്കാനുള്ള കൃപയാൽ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമ്പത്തിനെ പറ്റിയുള്ള അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവാൽ അങ്ങ് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സമ്പത്തിനെ കുറിച്ച് കർത്താവെ വേവലാതിപ്പെട്ടിരിക്കുന്നവരെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അങ്ങേ തിരുരക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങിൽ ഹൃദയം ഉറപ്പിക്കാൻ വേണ്ട കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊള്ളണമേ. ആമേൻ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ